അങ്ങനെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് നമ്മളെ യാത്ര തിരിച്ചു. നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് ഹോട്ടലിലേക്കാണ്. 75 കിലോമീറ്റർ തിരിച്ച് നമുക്ക് ഓടാനുണ്ട്. വണ്ടിയിലുള്ള മിക്കവാറും ആളുകൾ ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് നല്ല ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അസ്തമിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് ഒരു ഡ്രോപ്പ് പോയിൻ്റ് ഉണ്ട്. നമ്മളെ ഹോട്ടലിലേക്ക് ഇനിയും കുറച്ച് ദൂരം കൂടി നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്നി വേൾഡിൻ്റെ അവരുടെ കസ്റ്റഡിയിലുള്ള ഒരു പാർക്ക് ഉണ്ട്, സ്പ്രിംഗ് പാർക്ക്. അപ്പോൾ അവിടെ ഒന്ന് പോവാം. അങ്ങനെ നമ്മൾ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് തിരിച്ച് നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടു. ഈ സന്ധ്യ വെളിച്ചം മനോഹരമാക്കിയ സിറ്റിയും കടന്ന് നമ്മൾ വീണ്ടും നടന്നു. നമുക്കിനി പോകേണ്ടത് പറഞ്ഞില്ല പാർക്കിലേക്കാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടും. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുള്ള ഡിസ്നി വേൾഡ് ഡിസ്നി വേൾഡ് അല്ല, സ്പ്രിങ്ങിലാണ് കേട്ടോ. ഡിസ്നി വേൾഡിലേക്ക് ഇനി ഇവിടുന്ന് കുറേ പോകണം. അപ്പോൾ ഇവിടേക്കുള്ള ഒരു ഷട്ടിൽ ബസ് കിട്ടിയിട്ട് അതിലാണ് നമ്മൾ വന്നത്. അത് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഇവിടേക്ക് ഏകദേശം 5 മൈലുണ്ട്. ഇവിടെ ശരിക്കും പറയുന്നത് കിലോമീറ്റർ അല്ല കേട്ടോ, മൈലാണ് പറയുന്നത്. ഈ സ്പ്രിംഗ് പാർക്കിലേക്ക് കയറുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒരുപാട് ആളുകളെയും നമുക്കിവിടെ കാണാം. ഈ അമേരിക്കയിൽ വരുന്ന, ഒർലാൻഡോയിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും സന്ദർശിക്കുന്ന ഒരു പാർക്കാണ് ഈ സ്പ്രിംഗ് പാർക്ക്. ഈ ഒരു പാർക്കിൻ്റെ അകത്ത് 95 ഷോപ്പുകളുണ്ട് കേട്ടോ. ഒപ്പം തന്നെ 69ഓളം റെസ്റ്റോറൻറ്റുകളുണ്ട്. വിവിധ ഫുഡുകൾ കിട്ടുന്ന 25ഓളം അട്രാക്ഷനിലുണ്ട്. ആ അട്രാക്ഷനിൽ ഏറ്റവും ഫേമസ് ആണ് ഈ ഹോട്ട് എയർ ബലൂൺ. ബ്യൂണ വിസ്റ്റ ലേക്കിൻ്റെ ഇരു കരകളിലുമായിട്ടാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 120 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പാർക്കാണിത്. 1975 ഇത് ഓപ്പൺ ചെയ്തത്. പല പ്രാവശ്യത്തെ എക്സ്പാൻഷനും പല പേരുകൾ മാറിയും കണ്ട് ലാസ്റ്റിലാണ് ഇപ്പോൾ ഇത് ഡിസ്നി സ്പ്രിംഗ് എന്നുള്ള പേരിലായത്. 1977 ഇത് വാൾട്ട് ഡിസ്നി വേൾഡ് വില്ലേജ് ആയിരുന്നു. 89 ഡിസ്നി വില്ലേജ് എന്നാക്കി. അത് 1997 ഡൗൺ ഡിസ്നി എന്നാക്കി. പിന്നെ 2015 ഡിസ്നി സ്പ്രിംഗ് ആയിട്ട് മാറി. ഇനി ഇവിടുന്ന് നമുക്ക് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ അവിടെ ഒരു ബ്രിഡ്ജ് കാണാം. ഒരുപാട് ഫുഡ്, പിന്നെ ബീവറേജസ്, ലിക്കേഴ്സൊക്കെ ഉള്ള ഒത്തിരി ഷോപ്പുകൾ കാണാം. ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അതിനുവേണ്ടി നമ്മളൊരു കടയിൽ കയറിയിട്ടോ. കുറേ ടോയ്സൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു, ഒരു മ്യൂസിക് പരിപാടികൾ. അടിപൊളിയായിട്ടുള്ള പല ബിൽഡിങ്ങുകളും, പല ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്ങുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ദൂരെ അത് നമുക്ക് കാണാം. റെയിൻ ഫോറസ്റ്റ് പറഞ്ഞൊരു കഫേയാണത്. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഈ ഒരു പാലം ക്രോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങേ ഭാഗത്തേക്ക് പോകാം. അവിടെ അടിപൊളിയായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒത്തിരി സാധനങ്ങൾ, കുട്ടികൾക്കൊക്കെ ഉള്ള സാധനങ്ങളിൽ ടോയ്സ് ഇതൊക്കെ വാങ്ങാൻ കിട്ടും. ഇതൊരു ക്യൂബ് വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അതൊക്കെ കുട്ടികൾ കളിക്കാനും അവിടെ അവർക്ക് അത് സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഫ്രീ ആയിട്ടുള്ളതാണ്. ഇപ്പം മ്യൂസിക് പരിപാടി നടക്കുന്ന സ്റ്റേജിൻ്റെ അടുത്താണ് നമ്മളുള്ളത് കേട്ടോ. ആർട്ടിസ്റ്റ് അവർ പരിപാടി നടത്തുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുറേ ആളുകളും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാം. വേൾഡ് ഓഫ് ഡിസ്നിയുടെ ഒരു സൂവനീർ ഷോപ്പ് ഇതാ ഇവിടെ. അത് കടഞ്ഞ് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ കുറേ ഷോപ്പുകൾ, നമ്മുടെ കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് അവിടെ കാണുന്നത്. അവിടെ എല്ലായിടത്തിലും നല്ല തിരക്ക്, എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അത്. അത്യാവശ്യത്തിന് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് മുകളിലൊക്കെ LED ലൈറ്റുകളൊക്കെ മിന്നിത്തിളങ്ങുന്നത് നമുക്ക് കാണാം. ഇത് നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ലേക്കിൻ്റെ മറുകരയാണ്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. അവിടെ കാണാൻ റെയിൻ ഫോറസ്റ്റിൽ എന്തോ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കരയിലേക്ക് അധികം ആൾ എത്തിയില്ല തോന്നിട്ടോ. മറുകര അതിൻ്റെ എൻട്രിയിലാണ് ഇപ്പോൾ ഉള്ള ആളുകൾ മൊത്തം ഉള്ളത്. എന്തായാലും രാത്രി കുറേ സമയം വരെ, 12 മണി വരെ കേട്ടോ ഈ ഒരു പാർക്ക് ഓപ്പണിംഗ് ആണ്. ശരിക്കും വേൾഡ് ഡിസ്നി അവരുടെ ആ മെയിൻ പാർക്കിലേക്ക് നമുക്ക് പോകണമെങ്കിൽ 5:30 മണിക്ക് മുമ്പ് എത്തണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ പോകാതെ ഈ പാർക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയത്. നമ്മൾ ഇന്ന് കൂടി മാത്രമേ നമ്മൾ ഒർലാൻഡോയിലുള്ളൂ. നാളെ നമ്മൾ ഇവിടുന്ന് കാലത്ത് ഏർലി മോർണിംഗിൽ നമ്മൾ ന്യൂയോർക്കിലേക്കുള്ള യാത്രയിലായിരിക്കും. ഇവിടെ ഈ മരത്തിൻ്റെ മുകളിൽ റോബോട്ടിക് ഒരു സ്നേക്കിനെ കാണാം. വാലാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേക്ക്, അടിപൊളി സ്നേക്ക്. കണ്ടാൽ തന്നെ ഒറിജിനാലിറ്റിയെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതൊന്ന്, ഒരു ബട്ടർഫ്ലൈ ഇത് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഒരു നല്ലൊരു ആംബിയൻസ്, നല്ലൊരു രസമുള്ളൊരു സ്ഥലം. നമുക്ക് എന്തായാലും ഇത്രയും വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ.
ഒരു മുഷിപ്പും ഉണ്ടാവില്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് എൻ്റർടൈൻമെൻറ്റിനുള്ള സ്ഥലമുണ്ട്, ഷോപ്പിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു പാർക്ക് ഉള്ളത്. അങ്ങനെ സ്പ്രിംഗ് പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങി. നമുക്കിനി ഐക്കോൺ പാർക്കിൽ പോകണം. അവിടെ നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത് വെച്ച റൈഡ് ഉണ്ട്, അപ്പോൾ അതിൽ കയറണം. അങ്ങനെ ഒരു ടാക്സി ഒക്കെ പിടിച്ച് നമ്മൾ ഐക്കോൺ പാർക്കിലെത്തി. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കയറിയിരിക്കുന്ന സ്റ്റാർ ഫ്ലയർ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആ ഒരു റൈഡാണ് കേട്ടോ ഇത്. രാത്രി അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കയറാനുള്ളത് ഫ്ലൈ വീലിലാണ്. അപ്പോൾ നമ്മൾ രാത്രിക്കത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രിക്കത്തെ ഈ ടൗണിൻ്റെ സൗന്ദര്യം കൂടെ ഒന്ന് കാണാമെന്നുള്ളത് കൊണ്ടാണ്. സ്പ്രിംഗ് പാർക്ക് കണ്ട് അത്ര തന്നെ ഒരു ക്രൗഡ് ഇവിടെ ഇല്ല. ഇത് ഒരു ചെറിയൊരു പാർക്കാണ്, എന്നാലും ഇവിടെ എൻ്റർടൈനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള ആ ക്യാബിന് ഇത് സാവധാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആളെ ഇറക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ ആ ക്യാബിൽ ചാടി കയറിയുണ്ട് കേട്ടോ. നല്ല സൗകര്യമുള്ള ക്യാബിൽ നിന്ന് പോകാനേ പറ്റുള്ളൂ. ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും അതിലില്ല. അപ്പോൾ എൻ്റെ പിറകെയായിട്ട് വിപിനും ക്യാബിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ ഈ ക്യാബിൽ. മിക്കവാറും ക്യാബിനുകളൊക്കെ ഈ രണ്ടാളുകളൊക്കെ തന്നെയേ ഉള്ളൂ. പക്ഷേ ഒരു 6 ആൾക്ക് വരെ ഈസി ആയിട്ട് കയറാൻ പറ്റിയ ക്യാബിനാണ് കേട്ടോ. അപ്പം മെല്ലെ മെല്ലെ നമ്മളെ ക്യാബിൻ ഉയർന്നു പോയി. നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ ആ ഒരു ഏരിയ ആണ് കാണുന്നത്. സാവധാനം നമ്മളെ അകന്നകന്ന് പോകുന്ന ആ ഒരു ഏരിയ കാണാം. അവിടെ കണ്ടില്ലേ ഒരു റോക്കറ്റ്, എന്താണ് വലിച്ചു വിടുന്നേ ഇല്ലേ. അത്യാവശ്യം നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അതിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ പോയില്ല. അതിൻ്റെ കയറാൻ കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയ ഒഴിവാക്കി വെച്ചത്. അങ്ങനെ ഈ ഒർലാൻഡോ നമ്മുടെ ഈ ഒരു പാർക്കിൻ്റെ ഏരിയയിലുള്ള ടൗണിലെ ലൈറ്റുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 30 മിനിറ്റ് സമയം എടുത്തിട്ടോ ഇതൊന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു. ഈ സിറ്റിയുടെ മിക്കവാറും ഭാഗങ്ങൾ കാണാൻ പറ്റും നമുക്ക് മുകളിൽ പോയാൽ. അപ്പോൾ അതൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ്.